രാജ്യങ്ങളും അന്തർദേശീയ സമൂഹവും ഒക്കെ അതിന് സാക്ഷികളായിട്ട് ഒപ്പിട്ടതാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഇതുവരെയും നടപ്പാക്കാൻ റഫാ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം പോലും ഇതുവരെയും ഇസ്രായേൽ നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. വേണമെങ്കിൽ ഈജിപ്തിന്റെ ഭാഗത്തുള്ള അതിർത്തി തുറക്കാം, ഗസയിൽ നിന്ന് പലസ്തീനികൾക്ക് ഈജിപ്തിലേക്ക് പോകാം, പക്ഷെ അവർക്ക് മടങ്ങി വരാനുള്ള ഒരു അനുമതിയും നൽകുകയില്ല എന്ന വളരെ ധാർഷ്ട്യം കലർന്ന ഒരു പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഗസയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഈ 600 ട്രക്കുകൾ പോയിട്ട് അതിൻ്റെ 4/1 ട്രക്കുകൾ പോലും ഇപ്പോൾ പോലും അനുവദിക്കാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 കൊല്ലം നീണ്ട വംശഹത്യക്ക് പിന്നാലെ വന്ന ഈ പ്രകൃതിക്ഷോഭം കൂടി ആയതോടുകൂടി ജനതയുടെ അവസ്ഥ എന്നത് ദുരിതപൂർണമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഫലസ്തീൻ ജനത ഇപ്പോൾ എടുത്തെറിയപ്പെട്ടിരിക്കുന്നത്. അന്തർദേശീയ സമൂഹം ഈ മുറവിളികളൊക്കെ നടത്തിയിട്ടും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഒരു അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ ദുരിതത്തിന് ഒരു സാന്ത്വനം പകരാനുള്ള നീക്കങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് കൂടുതൽ പുതപ്പുകളും താൽക്കാലിക വസതികളും ഒരുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ പോലും ഉണ്ടാകുന്നില്ല. അന്തർദേശീയ സമൂഹവും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കാതെ കേവലം പ്രതികരണങ്ങളും പ്രസ്താവനകളിലും മാത്രമായി തങ്ങളുടെ ചുമതല പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നത്. അമൃത. ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.